കണ്ടും കേട്ടുമൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചാർട്ട് അനലൈസ് ചെയ്യുന്നു. ദെൻ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു, ഒരു എൻട്രി എടുക്കുന്നു, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, കൃത്യമായിട്ടുള്ള ടാർഗറ്റ് വയ്ക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും ടാർഗറ്റ് ഏരിയയിലേക്ക് പ്രൈസ് കുതിക്കുകയും ചെയ്യുന്നു. ഈ ഒരൊറ്റ കാര്യം മതി നമുക്ക് പ്രാന്ത് പിടിക്കാനായിട്ട്. നമ്മളോട് ആർക്കോ എന്തോ വൈരാഗ്യമുള്ള പോലെയാണ്. കൃത്യമായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം പ്രൈസ് നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് കുതിച്ചു പായാണ്. ഇതിനെയാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകളും അല്ല, എല്ലാ ആളുകളും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നും ആൻഡ് എങ്ങനെ നമുക്കിതിനെ മറികടക്കാം, എങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നതിന് മുൻപേ തന്നെ എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ഒരു ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന ആളുകളായാലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ള ട്രേഡ് എടുക്കുന്ന ആളുകളായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ചുകൊണ്ടാണ് നിങ്ങളൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതും ആ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങളൊരു എൻട്രി എടുക്കുന്നതും. ലോങ് പൊസിഷൻ ആയാലും ഷോർട്ട് പൊസിഷൻ ആയാലും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ ആ തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആ അനാലിസിസും കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ആ ഒരു ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടേക്ക് പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് എക്സിറ്റ് ആവേണ്ടത്, ആ ട്രേഡിൽ നിന്നും എപ്പോഴാണ് എക്സിറ്റ് ആവേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ടേക്ക് പ്രോഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലിവറേജ് എടുത്തുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ലിവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും നിങ്ങൾ വെച്ചിരിക്കണം. അത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഭാഗമാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. ഇനി എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നും ആരാണ് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് പിറകിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകൾ വന്നിട്ട് കളിക്കുന്ന കളികളൊന്നുമല്ല. ഇവിടെ കൃത്യമായിട്ട് കളിക്കുന്നത് ബിഗ് പ്ലെയേഴ്സാണ്. ബിഗ് പ്ലെയേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെയാണ് ഇവിടെ ഈ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള കളികൾ നടത്തുന്നത്. ഇത് മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർ അത് യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് വരുന്നത്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന പോലെ തന്നെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഏത് രീതിയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ ഹണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് സാധ്യതയുള്ള ചില ഏരിയാസ് ഉണ്ട്. കുറച്ച് സൈക്കോളജിക്കൽ ലെവൽസ് എന്നാണ് പറയുക. അതായത് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സെല്ല് ചെയ്യുന്നത്. കുറച്ച് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. ആൻഡ് നമുക്ക് ഇതാണ് നമ്മുടെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് വിചാരിക്കാം. ഈ ഒരു ലെവലിലാണ് പ്രൈസ് കുറേ നേരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഇതാണെന്ന് വിചാരിക്കാം. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് പല രീതിയിലും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ എന്ന് വിചാരിക്കാം. സോ ഇവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുമ്പോഴായിരിക്കും നമ്മളിവിടെ എൻട്രി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ലോങ് പൊസിഷൻ ഈ രീതിയിൽ ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുത്തിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭൂരിഭാഗം റീറ്റെയിൽ ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇക്കാര്യം കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സിനും കൃത്യമായിട്ട് ഈ കാര്യം അറിയാം. സോ അവർ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ഏരിയയിൽ നിന്നും സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അവർ ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്യുകയും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും ദെൻ അവിടെ വെച്ചുകൊണ്ട് അവർ വീണ്ടും ബൈ ചെയ്യുകയും പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഏരിയ തന്നെ ഹിറ്റ് ആവുന്ന രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ചാർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഏരിയാസും കാര്യങ്ങളെല്ലാം വരച്ചുകൊണ്ട് നിങ്ങൾ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എവിടെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം. അതായത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു ഡൗൺ ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ഏതൊരു ഏരിയയിൽ നിന്നാണോ ഒരു റിജക്ഷൻ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലോവർ ഹൈ ഏരിയയിലായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് പ്രൈസിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു ലോവർ ഹൈയിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. ഈ പ്രൈസ് തൊട്ട് മുകളിലുള്ള ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലോവർ ഹൈ ആയിട്ടുള്ള ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഈ രീതിയിലായിരിക്കും. ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും നമുക്കൊരു ലോവർ ഹൈ കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ രീതിയിലായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും ഈ ഒരു ലെവലിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പ്രൈസ് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ട്രെൻഡിലാണോ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആവുന്നത് എപ്പോഴാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് അവിടെ സംഭവിച്ചാലാണോ ആ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആവുന്നത്, അവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഞാൻ ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. ലൈവായിട്ടുള്ള ചാർട്ടിൽ തന്നെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതൊരു ലോവർ ലോ ആണ്, ദെൻ ഇതൊരു ലോവർ ഹൈ ആണ്. സോ ഈ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും ട്രേഡ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ലോയിൽ നിന്നും റിജക്ഷൻ കിട്ടുന്ന ഒരു ക്യാൻഡലിലായിരിക്കും നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ക്യാൻഡലിലായിരിക്കും ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡലിലായിരിക്കും നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും. ഈ ഒരു ലോവർ ലോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ലെവലിന് തൊട്ട് മുകളിലായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ വെച്ചാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതിനു ശേഷമാണ് ഈ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവാനായിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എപ്പോഴാണോ ഇൻവാലിഡ് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് എപ്പോഴാണോ ഇൻവാലിഡ് ആവാനായിട്ട് പോകുന്നത്, അപ്പോഴായിരിക്കണം നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇൻവാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോവർ ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയാലാണ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇൻവാലിഡ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ല, ഈ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിച്ചു, ഇതൊരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ലെവലിന് മുകളിലായിട്ടാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയും നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ ഒരു ലോസ് അല്ലേ സംഭവിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ലിവറേജ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലിവറേജിൽ അതിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് അവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10x ലിവറേജ് എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കയറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ 10x ലിവറേജ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും കൃത്യമായിട്ടുള്ള സ്പേസ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കളികളൊന്നും നടക്കാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ വരുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുക എന്ന് എനിക്കറിയാം. അതായത് ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ റീടെസ്റ്റ് നടത്തി വീണ്ടും താഴേക്ക് വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ദെൻ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ലൈനിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും, ഈ ഒരു ലെവലിലായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. സോ ആ ഒരു സ്റ്റോപ്പ് ലോസ് വളരെ ഈസി ആയിട്ട് ഇവിടെ ഹിറ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ടാർഗറ്റ് ഹിറ്റ് ആവുന്ന രീതിയിൽ പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എപ്പോഴാണ് ഇൻവാലിഡ് ആവുക,
ആ ഇൻവാലിഡ് ആവാനായിട്ട് പ്രൈസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിലായിരിക്കണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോൾഡറിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഇൻവാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഷോൾഡർ ഏരിയനെയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലാണ് നമുക്കിതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ അല്ല എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ദെൻ താഴേക്ക് നമുക്കൊരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ട്രേഡോടെ വിൻ ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ സേഫ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഇരിക്കുന്നുണ്ട്. ബിഗ് പ്ലേയേഴ്സ് ചെറിയ രീതിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നെല്ലാം തന്നെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മോഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഈ രീതിയിൽ ലിവറേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആൻഡ് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ ഇവിടെയായിരിക്കും നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കാരണം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇവിടെ ആയിരിക്കും ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ലെവലിന് താഴെയായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട് ആൻഡ് അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുക ആൻഡ് തൊട്ടടുത്ത് കിടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിന് താഴേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറക്കി വെക്കുക ആൻഡ് നമ്മൾ അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നോക്കിക്കണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആവുന്ന രീതിയിൽ പ്രൈസ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ബിഗ് പ്ലേയേഴ്സിൻ്റെ വരയിൽ ചാടാതെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ സേഫ് ആയിട്ട് തന്നെ നിർത്തി നമ്മുടെ ടാർഗറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ പൈസ ഒന്നും ഇടാതെ ജസ്റ്റ് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് സേഫ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സോ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.